ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടാണ് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മസാല മുട്ട എന്നാണ് ഞങ്ങൾ ഇതിന് പറയുക. ഇതിന് വേണ്ടുന്നത് മുളക് പൊടി, മല്ലിച്ചപ്പില്ലേ അത്, പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ടത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില അതും ചെറുതായിട്ട് മുറിച്ചിട്ടത്. ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ വേണം ആവശ്യത്തിന്. അപ്പം നമ്മൾ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുക. അത് ചെറുങ്ങനെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡാവും. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. അതൊരു കുറച്ചൊന്ന് മൂത്ത് വരുമല്ലോ വെളിച്ചെണ്ണയിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് എന്നാണ് പറയുക, മല്ലിയില, അതും കറിവേപ്പിലയും അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ സാധാരണ ചില സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കും, ചില സമയത്ത് ഓഫ് ചെയ്യേ, ചില സമയത്ത് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയം ഓഫ് ചെയ്യും. അപ്പം ലോ ഫ്ലെയിമിലാക്കുക, അത് നല്ലത്. അങ്ങനെ ലോ ഫ്ലെയിമിലാക്കി കഴിയുമ്പോൾ കുറച്ച് വഴറ്റി കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. എല്ലാ മുട്ടയിലും ആ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. നിങ്ങൾ ഒരു വട്ടം ഇത് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എന്നുള്ളത്, ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് ഇത് വൈകുന്നേരം നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. അപ്പോൾ ടാറ്റാ.